അവിടെ വെച്ച് താൻ ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ച് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വളരെ വലിയ തോതിൽ റിസ്ക്കും ഉത്തരവാദിത്വവുമുള്ള ജോലിയായിരുന്നിട്ടും അദ്ദേഹം പിന്നോട്ടു പോയില്ല. സൈനിക പാരമ്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഉറച്ച മനസ്സോടെ ആ തീരുമാനമെടുത്തു. രവീന്ദ്ര കൗശിക് എന്ന 21-കാരൻ റിസർച്ച് അനാലിസിസ് വിങ്ങിലെ ഒരു ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലതൊട്ടപ്പൻ RN കാവിന്റെ ആശീർവാദത്തോടെ അദ്ദേഹം പരിശീലനത്തിനായി പുറപ്പെട്ടു. 2 വർഷത്തെ കഠിന പരിശീലന കാലയളവിൽ അറബിക്, ഉറുദു തുടങ്ങിയ ഭാഷകളും ഇസ്ലാമിക് ജീവിത രീതിയും എല്ലാം അദ്ദേഹം സ്വായത്തമാക്കി. പാക് അതിർത്തിക്കടുത്തുള്ള പ്രദേശത്ത് ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ പഞ്ചാബി നന്നായി സംസാരിക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തുടർന്ന് 1975 അദ്ദേഹം പാകിസ്ഥാനിലേക്ക് തിരിച്ചു. പുതിയ പേരിൽ, പുതിയ വ്യക്തിത്വത്തിൽ അദ്ദേഹം പാകിസ്ഥാൻ മണ്ണിൽ ജീവിതം ആരംഭിച്ചു. ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും തന്നെ ഇല്ലാതാക്കപ്പെട്ടു. നബി അഹമ്മദ് സാക്കിർ എന്ന പേരിൽ അദ്ദേഹം പാകിസ്ഥാനിൽ തന്റെ ഓപ്പറേഷൻ ആരംഭിച്ചു. കറാച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിയമബിരുദം കൂടെ കരസ്ഥമാക്കിയ അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിൽ ജോലി നേടാനുള്ള പദ്ധതികൾ ആരംഭിച്ചു. പാകിസ്ഥാനിലുള്ള റോയുടെ മറ്റ് ഏജന്റുമാർ അദ്ദേഹത്തെ സഹായിച്ചു. ഒടുവിൽ പാക് സൈന്യത്തിലെ ഒരു അക്കൗണ്ട് ഓഡിറ്റിംഗ് ഓഫീസറായി അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. തുടർന്ന് സൈന്യത്തിലെ നിർണായക വിവരങ്ങൾ അദ്ദേഹം ഇന്ത്യക്ക് കൈമാറി തുടങ്ങി. പാക് പൗരനായി ജീവിക്കുന്ന അദ്ദേഹത്തിന് സ്വാഭാവികമായും ഒരു വിവാഹം കഴിക്കേണ്ടി വന്നു. ഗൾഫിൽ ജോലിയാണെന്നായിരുന്നു വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കറാച്ചിയിൽ നിന്നും ഷാർജ വഴിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നുപോയിരുന്നത്. റോയുടെ സുരക്ഷാ വലയത്തിലായിരുന്നു ഈ യാത്രകളെല്ലാം തന്നെ. തുടർന്ന് അദ്ദേഹത്തിന് മേജറായി സ്ഥാനക്കയറ്റം ലഭിച്ചു. ഇതോടെ ഉന്നത തരത്തിലുള്ള സൈനിക വിവരങ്ങൾ കൂടെ ഇന്ത്യക്ക് ലഭ്യമായി തുടങ്ങി. പക്ഷേ ഒരു ദിവസം ഇദ്ദേഹത്തിനുള്ള സന്ദേശവുമായി എത്തിയ ഒരു ഇന്ത്യൻ ഏജന്റിനെ പാകിസ്ഥാൻ സൈന്യം പിടികൂടി. ക്രൂരമായ ചോദ്യം ചെയ്യലിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. തന്റെ പക്കലുള്ള വിവരം പാകിസ്ഥാൻ സൈന്യത്തിലെ ഒരു മേജറിന് വേണ്ടിയുള്ളതാണെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ വെളിപ്പെടുത്തലുകൾ അവിശ്വസനീയമായിരുന്നുവെങ്കിലും പാക് സൈന്യം പതിയെ സത്യം മനസ്സിലാക്കി. തുടർന്ന് പാക് സൈന്യം അദ്ദേഹത്തെ പിടികൂടി. തങ്ങളുടെ രോഷം മുഴുവൻ അവർ അദ്ദേഹത്തോട് തീർത്തു. അങ്ങേയറ്റം ക്രൂരമായി ചോദ്യം ചെയ്തിട്ടും അദ്ദേഹം തന്റെ മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തില്ല. എന്നിട്ടും പാക് സേനയുടെ ക്രൂര വിനോദം തുടർന്നു. ഒടുവിൽ 1985 പാകിസ്ഥാനിലെ പരമോന്നത കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. തുടർന്ന് മനുഷ്യാവകാശ സംഘടനകളുടെ ഇടപെടലുകൾ പ്രകാരം 1990 ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. തുടർച്ചയായുള്ള മർദ്ദനം അദ്ദേഹത്തെ കടുത്ത ക്ഷയരോഗിയാക്കി മാറ്റിയിരുന്നു.